നമുക്കിനി കൽക്കത്തയിലോട്ടൊന്ന് പോവാം. അവിടെ നിന്നൊരു വാർത്ത വരുന്നുണ്ട്. തൃണമൂൽ കോൺഗ്രസിൽ വീണ്ടും രാജ്യസഭാ MP പ്രകാശ് സിംഗ് ബറൈക് രാജിവെച്ചു. ഒരാഴ്ചക്കുള്ളിൽ രാജിവെക്കുന്ന മൂന്നാമത്തെ രാജ്യസഭാ MP ആണ് പ്രകാശ് സിംഗ് ബറൈക്. നേരത്തെ സുഷ്മിത ദേബ്, സുഖേന്ദു ശേഖർ റോയ് എന്നിവർ രാജിവെച്ചിരുന്നു. രാജ്യസഭയിൽ തൃണമൂൽ MP-മാരുടെ എണ്ണം 13-ൽ നിന്ന് 10 കുറഞ്ഞു. നോബൽ മാരിക്കാരനുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. നോബൽ മാരിക്കാരൻ, തൃണമൂൽ കോൺഗ്രസിൽ കൊഴിഞ്ഞുപോക്ക് അങ്ങനെ തുടരുകയാണ്. ഇതെല്ലാം കണ്ട് BJP ചിരിക്കുന്നുണ്ടാവും. സ്വാഭാവികമായും രാജിവെച്ച 3 പേർക്ക് പകരം ഇനി വരാൻ പോകുന്നത് ഭൂരിപക്ഷമുള്ള BJP-യുടെ നിയമസഭയിൽ നിന്നും BJP MP-മാരായിരിക്കും. യഥാർത്ഥത്തിൽ 3 പേർ രാജ്യസഭാ സ്ഥാനം രാജിവെച്ചതോടെ BJP-ക്കാണ് കോൾ അടിച്ചിരിക്കുന്നത്. മൊത്തം കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണോ മമതയുടെ കയ്യിൽ നിന്നും? തൃണമൂൽ കോൺഗ്രസിൽ കൂട്ടരാജിയാണോ നോബൽ? അരുൺ, പശ്ചിമബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് വലിയ പ്രതിസന്ധിയിൽ കൂടി കടന്നു പോവുകയാണ്. MP-മാരുടെ രാജി അടക്കം തുടരുന്നത് വലിയ പ്രതിസന്ധി മമതയ്ക്ക് ഉണ്ടാക്കുന്നു. ഇതിപ്പോൾ മൂന്നാമത്തെ രാജ്യസഭാ അംഗമാണ് ഈ ഒരാഴ്ചക്കിടയിൽ. അതായത് തിങ്കളാഴ്ച ഒരാൾ രാജിവെച്ചു, ഇന്നലെ ഒരാൾ രാജിവെച്ചു, ഇന്നിപ്പോൾ മറ്റൊരു MP കൂടി രാജിവെച്ചിരിക്കുന്നു. ഇന്നിപ്പോൾ രാജിവെച്ചിരിക്കുന്ന MP-യുടെ പേര് പ്രകാശ് സിംഗ് ബറൈക് എന്നാണ്. ഇന്നലെ സുഷ്മിത ദേവും അതോടൊപ്പം തന്നെ തിങ്കളാഴ്ച സുഖേന്ദു ശേഖർ റോയും രാജിവെച്ചിരുന്നു. 13-ൽ നിന്ന് 10 രാജ്യസഭാ MP-മാരുടെ എണ്ണം കുറഞ്ഞിരിക്കുന്നു. രാജ്യസഭയിൽ BJP-ക്ക് പ്രത്യേകിച്ച് ഭരണഘടനാ ഭേദഗതി അടക്കം വരുന്ന ഘട്ടത്തിൽ സഹായകരമാകുന്ന നീക്കമാണ് ഇപ്പോൾ എന്താണെങ്കിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. രാജിവെച്ച MP-മാർ എവിടെ പോകും? BJP-യിലേക്ക് തന്നെ പോകും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. കാരണം ഇന്നലെ സുഷ്മിത ദേവ് രാജിവെച്ചതിന് പിന്നാലെ അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമയുമായി കൂടിക്കാഴ്ചകൾ നടത്തിയിരുന്നു. രാജ്യസഭയിൽ എന്താണെങ്കിലും മേൽക്കൈ മമതയ്ക്ക് നഷ്ടപ്പെടുകയാണ്. ഒപ്പം സംസ്ഥാനത്തെ മേൽക്കൈയും ഏറെക്കുറെ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഇന്നലെ ലോക്സഭാ അംഗങ്ങൾ, പ്രത്യേകിച്ച് 27 ലോക്സഭാ അംഗങ്ങൾ തൃണമൂൽ കോൺഗ്രസിനുണ്ട്. ഇതിൽ 9 പേർ മാത്രമാണ് മമതയ്ക്കുള്ളത് ഒപ്പമുള്ളത് എന്ന് വ്യക്തമാവുന്ന രേഖ അടക്കം പുറത്തേക്ക് വന്നു. പ്രത്യേകിച്ച് ഈ പറഞ്ഞ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രത്യേക ബ്ലോക്കായിരിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ലോക്സഭാ സ്പീക്കർ ഓം ബിർളയ്ക്ക് ലോക്സഭാ MP-മാർ കത്ത് നൽകിയിരുന്നു. ആ കത്തിൽ 19 MP-മാർ ഒപ്പിട്ടിരുന്നു. അവരുടെ പേര് വിവരങ്ങൾ അടക്കം പുറത്തേക്ക് വന്നു. അതോടൊപ്പം തന്നെ എടുത്തു പറഞ്ഞ പ്രധാന കാര്യം, മമത ഏറെ വിശ്വസ്തരെന്ന് കൂട്ടിയിരുന്ന പല ആളുകളും, പ്രത്യേകിച്ച് സയോണി ഘോഷ്, ഒപ്പം ശത്രുഘ്ന സിൻഹ, അതോടൊപ്പം തന്നെ യൂസഫ് പത്താൻ അടക്കമുള്ള ആളുകൾ ഈ 19 പേരിൽ ഉണ്ട് എന്നതാണ് വലിയ തിരിച്ചടി. മമതയ്ക്ക് എന്താണെങ്കിലും അവരുടെ ശക്തി ഏറെക്കുറെ ലോക്സഭയിൽ നഷ്ടപ്പെട്ടിരിക്കുന്നു. 3-2 ഭൂരിപക്ഷം ലോക്സഭയിൽ നഷ്ടപ്പെട്ടിരിക്കുന്നു. രാജ്യസഭയിൽ MP-മാർ ഇങ്ങനെ കൂട്ടമായി രാജിവെച്ചുകൊണ്ടേയിരിക്കുന്നു. ഓരോ ദിവസം ഓരോ MP രാജിവെക്കുന്നു. കഴിഞ്ഞ ദിവസമൊക്കെ ദില്ലിയിലെത്തി കോൺഗ്രസ് നേതാക്കൾ സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി ഒക്കെയായി മമതാ ബാനർജിയും ഒപ്പം അഭിഷേക് ബാനർജിയെ കൂടിക്കാഴ്ച നടത്തി രാഷ്ട്രീയ പിന്തുണ തേടിക്കൊണ്ടിരിക്കുകയാണ്. എന്താണെങ്കിലും ഈ രാഷ്ട്രീയ പിന്തുണ തേടുമ്പോൾ സ്വന്തം കാറ്റോട്ടിൽ നിന്ന് മണ്ണ് ഒലിച്ചു പോകുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. MP-മാർ രാജിവെച്ചുകൊണ്ടേയിരിക്കുന്നു. എന്താണെങ്കിലും വലിയ പ്രതിസന്ധി ഇപ്പോഴും മമതയ്ക്ക് തുടരുകയാണ് പശ്ചിമബംഗാളിൽ. തീർച്ചയായിട്ടും വലിയ പ്രതിസന്ധിയാണ്. മണ്ണല്ല ഒലിച്ചു പോയത്, അടിസ്ഥാനം തന്നെ ഒലിച്ചുപോയ അവസ്ഥയിലാണ് ഇപ്പോൾ കൽക്കട്ടയിൽ തൃണമൂൽ കോൺഗ്രസിന്റെ അവസ്ഥ. 13 ഉണ്ടായിരുന്ന രാജ്യസഭാ MP-മാരുടെ എണ്ണം 10 ചുരുങ്ങിയിട്ടുണ്ട്. ഇനി ലോക്സഭയിലാണെങ്കിൽ പ്രത്യേക ബ്ലോക്കായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഋതുപ്രതാ ബാനർജിയുടെ ഒരു സംഘം തീരുമാനിച്ചിട്ടുണ്ട്. നിയമസഭയിലാണെങ്കിൽ മമതാ ബാനർജിയുടെ ഒപ്പം വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. ബാക്കി 60 MLA-മാരും ഋതുപ്രതാ ബാനർജിക്ക് ഒപ്പവുമാണ്.